അതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലത്തെ വെല്ലുവിളിക്ക് പിന്നാലെ കേരളം ഞെട്ടും എന്ന വെല്ലുവിളിക്ക് CPM-ഉം BJP-യും കാത്തിരുന്നു എന്ന വെല്ലുവിളിക്ക് പിന്നാലെ സന്ദീപ് വാര്യർ, BJP-യിൽ നിന്നും കോൺഗ്രസിലെത്തിയ നേതാവാണ് സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു കോർ കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാനുണ്ട് എന്ന് സൂചന നൽകുന്ന രീതിയിൽ. അതിനെക്കുറിച്ച് BJP നേതാക്കൾ പറയുന്നത് അതാണെങ്കിൽ അത് വലിയ കാര്യമൊന്നുമില്ല, അത് ചില കുടുംബ പ്രശ്നങ്ങളാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അവര് നേതാക്കളുടെ പേരൊക്കെ രഹസ്യമായി പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളത് കാര്യങ്ങൾ പുറത്തു വരാതെ പറയുന്നത് ശരിയല്ല എന്നതിനാൽ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അത് ഞങ്ങളുടെ പാർട്ടിയെ ഒന്നും ബാധിക്കില്ല, അത്തരം വലിയ പാർട്ടിയെ പിടിച്ചുകുലുക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നും ഇല്ല എന്ന നിലയിലാണ് പറയുന്നത്. പക്ഷേ CPM-ന്റെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. പക്ഷെ അത് വെറുതെ പറഞ്ഞു വെച്ചതല്ല എന്ന സൂചനകളാണ് ആ കേന്ദ്രങ്ങൾ നൽകുന്നത്. അധികമൊന്നും കാത്തിരിക്കേണ്ട, 1-2 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിനെല്ലാം മനസ്സിലാകും എന്നൊക്കെയുള്ള സൂചനകളാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു മുൾമുനയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ആരെക്കുറിച്ചാണ് എന്ന ചർച്ചകൾ എല്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് എന്തെങ്കിലും പുറത്തേക്ക് വന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി കൂടി വെച്ചിട്ടുള്ള സംസാരമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ആ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടും. പിന്നീട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾ അത് അന്ന് പറഞ്ഞ ബോംബ് പോലെയല്ലേ, നനയാത്ത പടക്കമാണ് എന്ന വിമർശനം കൂടി പ്രതിപക്ഷ നേതാവിന് അങ്ങനെയുള്ള വിമർശനങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഏറെക്കുറെ ഒരു അടഞ്ഞ അധ്യായമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ആക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇനി അക്കാര്യത്തിൽ വലിയ പ്രതികരണങ്ങളിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകില്ല. CPM-ഉം BJP-യും നടത്തുന്ന പ്രതിഷേധങ്ങളൊക്കെ 2-3 ദിവസം കൊണ്ട് കെട്ടടങ്ങും എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. മാത്രമല്ല, മാതൃകാപരമായ സമീപനമാണ് കോൺഗ്രസ് എടുത്തതെന്ന അവകാശവാദം തുടർന്നും CPM-നും BJP-ക്കും മറുപടിയായിട്ടൊക്കെ നടത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതോടുകൂടി തന്നെ നിയമസഭാ കക്ഷിയുടെ ഭാഗമല്ലാതായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വിശദീകരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ. അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ ഇനി അതിനകത്ത് കൂടുതൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ വഷളാക്കാൻ കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ചേർന്ന KPCC നേതൃയോഗം, ഓൺലൈനിൽ ചേർന്ന ആ യോഗത്തിൽ ഇത് ചർച്ച ചെയ്തു പോലുമില്ല. അവിടെ എടുത്ത നടപടികൾ വിശദീകരിക്കുക മാത്രമാണ് പ്രസിഡന്റ് സണ്ണി ജോസഫ് ചെയ്തത്. തുടർന്ന് വിവാദ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് മറ്റ് നേതാക്കൾ ഒന്നും തന്നെ ആ വിഷയം ഉന്നയിച്ചിരുന്നില്ല. സൈബർ ആക്രമണങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഒരു സൈബർ പോരുണ്ട് ഇപ്പോൾ. അതിൽ കോൺഗ്രസ് നേതൃത്വം ഭയങ്കര അസ്വസ്ഥരാണ്. അക്കാര്യം തടയാൻ, ഇത്തരം സൈബർ സംഘങ്ങളെ പരസ്പരം പോരടിക്കുന്നതിൽ നിന്നും തടയാനുള്ള നിർദ്ദേശം പാർട്ടി ഇപ്പോൾ KPCC ഭാരവാഹികൾക്കും അതുപോലെ തന്നെ DCC നേതൃത്വത്തിനും ഒക്കെ നൽകിയിട്ടുണ്ട്. അത്തരം പ്രവർത്തകരെ വിലക്കണം, ഇങ്ങനെ പരസ്പരം പോരടിച്ച് പാർട്ടിയുടെ പ്രതിച്ഛായയെ തകർക്കരുത് എന്ന് അവരോട് ഉപദേശിക്കണം എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി ആ വിഷയം ഉയർത്തിക്കൊണ്ടു പോകാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലുമൊക്കെ പൊതുജനങ്ങളോട് വിശദീകരിക്കാനുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ വിശദീകരിച്ചോട്ടെ. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം രാഹുൽ മാങ്കൂട്ടം തന്നെ തെളിയിച്ചോട്ടെ. നിയമപരമായ വഴികളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പോകണമെങ്കിൽ വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടം പോയിക്കോട്ടെ. അല്ലാതെ അതിൽ കോൺഗ്രസ് പാർട്ടി അതിനൊപ്പം നിൽക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് വിവാദത്തെ അടഞ്ഞ അധ്യായമാക്കി മാറ്റാനുള്ള നീക്കം ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്.